വിശുദ്ധ ചൊവ്വ, വഞ്ചനയുടെ കെണികളിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ പ്രാർത്ഥന മതി. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർ തന്നെ നിങ്ങളെ ചതിക്കാൻ സാധ്യതയുണ്ടോ? കൂടെ നടന്ന കൂടെയുണ്ട് എന്ന് തോന്നിപ്പിക്കുന്നവർ നിങ്ങളെ കുഴിയിൽ ചാടിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ഈശോ തന്റെ വിശ്വസ്തരായ ശിഷ്യന്മാരോടൊപ്പം ഇരിക്കുമ്പോൾ തന്റെ വഞ്ചകനെ തിരിച്ചറിഞ്ഞ ആ നിമിഷം, അത് നമ്മുടെ ജീവിതത്തിനും ഒരു വലിയ പാഠമാണ്. നമ്മുടെ കൂടെ നിൽക്കുന്ന ശത്രുക്കളെ തിരിച്ചറിയാനും വഞ്ചനയുടെ കെണികളിൽ നിന്ന് രക്ഷപ്പെടാനും ഈ ദിവസം നമ്മെ പഠിപ്പിക്കുന്നു. ജീവിതവിജയത്തിന് തടസ്സമാകുന്ന പ്രതിസന്ധികളെ വിശ്വാസം കൊണ്ട് നേരിടാൻ നിങ്ങളെ സഹായിക്കുന്ന പോസിറ്റീവ് വിങ്സ് ടു സക്സസ് ഇലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വിശുദ്ധ ചൊവ്വയുടെ ആത്മീയ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് നിങ്ങളുടെ ജീവിതത്തിലെ ശത്രുദോഷങ്ങൾ മാറാനും ചതിക്കുഴികളിൽ നിന്ന് സംരക്ഷണം ലഭിക്കാനും ചൊല്ലേണ്ട അതീവ ശക്തമായ ഒരു സങ്കീർത്തന പ്രാർത്ഥന ഞാൻ പങ്കുവെക്കുന്നുണ്ട്. അത് ഒട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈശോയുടെ മനസ്താപം. വിശുദ്ധ ചൊവ്വയിൽ സഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈശോയുടെ ഹൃദയവേദനയെക്കുറിച്ചാണ്. തന്റെ കൂടെ 3 വർഷം നടന്ന ഒരുവൻ തന്നെ ഒറ്റുകൊടുക്കാൻ പോകുന്നു എന്ന് ഈശോ മുൻകൂട്ടി കാണുന്നു. നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും എന്ന് ഈശോ പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ അസ്വസ്ഥരായി. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ വഞ്ചനകൾ സംഭവിക്കാം. ബിസിനസ്സിലോ കുടുംബത്തിലോ സുഹൃദ്ബന്ധങ്ങളിലോ നമ്മൾ വിശ്വസിച്ചവർ തന്നെ നമ്മെ തള്ളിപ്പറയാം. എന്നാൽ ഈ പ്രതിസന്ധികളിൽ തളരാതെ എങ്ങനെ മുന്നേറണമെന്ന് ഈശോ കാണിച്ചുതരുന്നു. ആത്മീയമായ കരുത്ത്. യൂദാസിനെപ്പോലെ വഞ്ചിക്കുന്നവർ മാത്രമല്ല, പത്രോസിനെപ്പോലെ ഭയം കാരണം തള്ളിപ്പറയുന്നവരും നമ്മുടെ കൂടെ ഉണ്ടാകാം. വിശുദ്ധ ചൊവ്വ നമ്മോട് പറയുന്നത് മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ ആശ്രയിക്കുന്നതാണ് നല്ലത് എന്നാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരാൾ നിങ്ങളെ ചതിച്ചുവെങ്കിൽ അത് ദൈവാനുഗ്രഹം നിങ്ങളിൽ നിന്ന് പോകാനല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ യൂദാസുമാരെ പുറത്തുകൊണ്ടുവരാൻ ദൈവം അനുവദിച്ചതാണ്. വഞ്ചനകളെ ദൈവകൃപ കൊണ്ട് നേരിടുമ്പോൾ നിങ്ങൾ കൂടുതൽ കരുത്തരാകും. ജീവിതത്തിലെ യൂദാസുമാരെ തിരിച്ചറിയാൻ. നമുക്ക് ചുറ്റുമുള്ള ചതിക്കുഴികളെ തിരിച്ചറിയാൻ ആത്മീയമായ വിവേചനാശക്തി ആവശ്യമാണ്. ഈ പരിശുദ്ധ വാരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇതാണ്: കർത്താവേ, എന്നെ വഞ്ചിക്കുന്നവരെ തിരിച്ചറിയാനും അവരോട് ക്ഷമിക്കാനും എനിക്ക് കൃപ നൽകണമേ. ശത്രുക്കളെ സ്നേഹിക്കാനാണ് ക്രിസ്തു പഠിപ്പിച്ചത്, എന്നാൽ അവരുടെ കെണികളിൽ വീഴാതിരിക്കാൻ നാം ജാഗരൂകരായിരിക്കണം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആ ശക്തമായ പ്രാർത്ഥന ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ചതികളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ സങ്കീർത്തനം 35 അതീവ ഫലദായകമാണ്. ഇന്ന് രാത്രി കുടുംബപ്രാർത്ഥനയ്ക്ക് ശേഷം ഈ സങ്കീർത്തനം ഭക്തിപൂർവ്വം ചൊല്ലുക. കർത്താവേ, എന്നോട് എതിർക്കുന്നവരോട് എതിർക്കണമേ, എന്നോട് പോരാടുന്നവരോട് പോരാടണമേ എന്ന് തുടങ്ങുന്ന ഈ വചനം നിങ്ങളുടെ വീടിന് ചുറ്റും ഒരു സംരക്ഷണ കവചം തീർക്കും. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ആമേൻ എന്ന് കമന്റ് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഇത് ഷെയർ ചെയ്യുക. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.